പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ അടുത്ത് തന്നെ എത്തും. ആരും പോയി കളയരുത്. ഇനി ബഹുമാനപ്പെട്ട അളമരം റഹ്മത്തുള്ളാഹി സഖാഫി അവറുകൾ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, ഒരല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കണം. ഉസ്താദുമാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് മലപ്പുറം ജില്ലാ പണ്ഡിത സംഗമമായിരുന്നു, നമ്മൾക്കറിയാം. അത് കഴിഞ്ഞ് അവർ ഇങ്ങോട്ടുള്ള വഴിയിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പള്ളികൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളി എന്ന് പറയുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമേറിയ സൽക്കർമ്മം നിസ്കാരമാണ്. ലോക ചരിത്രത്തിൽ നിസ്കാരം വലിയ വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഒരു സൽക്കർമ്മമാണ്. ഇന്ന് നാം വളർന്ന് വികസിച്ചതായി കാണുന്ന ഒട്ടേറെ ശാസ്ത്രശാഖകളുടെ ഉത്ഭവം തന്നെ നിസ്കാരം അതിന് പ്രേരണയായി വർത്തിച്ചിട്ടുണ്ട് എന്ന് നിരീക്ഷകന്മാർ വിശകലനം നടത്തിയത് കാണാം. ഉദാഹരണത്തിന്, ഇന്ന് ഒഴിച്ചുകൂടാനാകാത്തൊരു ശാസ്ത്രശാഖയാണ് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം. ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ പഠനവും ഗവേഷണവും നിസ്കാരം കാരണം വികസിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കാണാം, ഫഅൈനമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏതു ഭാഗത്തു നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിലും പരിശുദ്ധമായ കഅബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് വേണം നിസ്കരിക്കാൻ. ഇത് നിസ്കാരത്തിന്റെ നിബന്ധനകളിൽ ഒന്നാണ്. ഈ നിബന്ധനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നിർബന്ധിപ്പിച്ചിരിക്കുന്നത് ഭൂമിശാസ്ത്രം പഠിക്കാൻ വേണ്ടിയാണ്. ഏഷ്യൻ വൻകരയിലുള്ളവരും ആഫ്രിക്കയിലുള്ളവരും ഓസ്ട്രേലിയയിലുള്ളവരും അമേരിക്കയിലുള്ളവരും ഇനി ഭൂമിഗോളം വിട്ട് ചന്ദ്രനിലോ ചൊവ്വയിലോ ചെല്ലേണ്ടി വന്നാൽ അവരൊക്കെയും നിസ്കരിക്കുമ്പോൾ ഫർള് നിസ്കാരത്തിന് നിർബന്ധമായും പരിശുദ്ധ കഅബാലയത്തിന് നേരെ തിരിയണം എന്ന് അല്ലാഹു നിർബന്ധിപ്പിച്ചപ്പോൾ മനുഷ്യൻ ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് പഠിക്കാൻ നിർബന്ധിതനാവുകയാണ്. ഇതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശദമായ രീതിയിൽ ഭൂമിയുടെ അറ്റ്ലസ് തയ്യാറാക്കി ഭൂമിയുടെ അളവ് കൃത്യപ്പെടുത്തി ദിശ നിർണയിച്ച് ലോകത്തിന്റെ കിടപ്പ് ചിത്രീകരിച്ച് തന്നിട്ടുള്ളത് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരായിരുന്നു. അതിന്റെ കാരണം എവിടെ വെച്ച് നിസ്കരിക്കണമെങ്കിലും എവിടെയാണ് കഅബം എന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമായി വന്നു. ഇതുപോലെ തന്നെ നിസ്കാരത്തിലൂടെ വളർന്നു വികസിച്ച ഒരു ശാസ്ത്രശാഖയാണ് ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഉൾപ്പെടെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടു തരത്തിലുള്ള സംസ്കരണമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തി നേടിയ പാശ്ചാത്താപബോധമുള്ള ഹൃദയത്തിന്റെ ഉടമകളെയാണ്. അതോടൊപ്പം വൽ മുതതഹിരീൻ, ധരിക്കുന്ന വസ്ത്രവും ശരീരവും പെരുമാറുന്ന സ്ഥലവും പരിസരവും എല്ലാം വൃത്തിയാക്കുന്ന ശുദ്ധീകരിക്കുന്ന ജനതയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ആത്മീയമായും ഭൗതികമായും വൃത്തിയുള്ളവരെ ശുദ്ധിയുള്ളവരെ അല്ലാഹു താല്പര്യപ്പെടുമ്പോൾ അത് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ കർമ്മപദ്ധതിയും അല്ലാഹു നിർദ്ദേശിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം അടിത്തറയാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തത്വമുണ്ട്, ബുനിയൽ ഇസ്ലാം അലൻ നളാഫ. ഇസ്ലാം എന്ന പ്രസ്ഥാനത്തെ അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നത് വൃത്തിയുടെ മേലെയാണ്, ശുദ്ധിയുടെ മേലെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അത്ത്വഹൂറു ശത്റുൽ ഈമാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുദ്ധിയാണ്, വൃത്തിയാണ് വിശ്വാസത്തിന്റെ അർദ്ധഭാഗം.
നാം വിശ്വസിക്കുന്ന വിശ്വാസകാര്യങ്ങൾ ശരിയായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നു. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി കാണുകയും പിന്നീട് നമ്മുടെ ശരീരവും വസ്ത്രവും ഉപയോഗിക്കുന്ന വസ്തുക്കളും ജീവിക്കുന്ന ചുറ്റുപാടും പരിസരവും ഇതും കൂടി മാലിന്യമുക്തമാകുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രയോഗവൽക്കരണം നിസ്കാരത്തിലൂടെ അല്ലാഹു തആല നടപ്പാക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, ഫഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. നിങ്ങൾ നിസ്കാരം ഉദ്ദേശിച്ചാൽ പ്രത്യേകമായ ഒരു അവയവ സ്നാനം വുളൂ നടക്കേണ്ടതുണ്ട്. പ്രത്യേകമായ ചില അവയവങ്ങൾ കഴുകുകയും വേറെ ചിലത് തുടക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലാഹു വെച്ചതിലൂടെ ആരോഗ്യ ശാസ്ത്ര രംഗത്ത് വലിയൊരു വിപ്ലവമാണ് നിസ്കാരത്തിലൂടെ ഇസ്ലാം നടത്തിയിട്ടുള്ളത്. ഇന്ന് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് മഴ വരുന്ന സമയത്തും കടുത്ത വേനലുണ്ടാകുന്ന സമയത്തുമാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാറുള്ളത്. അതിന്റെ കാരണം ഒന്ന്, നമ്മുടെ പരിസര ശുചീകരണമില്ലായ്മ കൊണ്ട് മഴക്കാലം തുടങ്ങുമ്പോൾ എല്ലാ മാലിന്യങ്ങളും പെട്ടെന്ന് ഒഴുകി നമ്മുടെ കുടിവെള്ളത്തിൽ കിണറുകളിലും പുഴകളിലും ഒക്കെ വന്നു ചേരുന്നതോടെ അതുവഴിയാണ് പ്രധാനമായും രോഗം പടരുന്നതെങ്കിൽ വേനൽക്കാലത്ത് വെള്ളത്തിന്റെ കുറവ് കാരണം ഉള്ള വെള്ളം ശുദ്ധിയാക്കാൻ മാത്രം നമുക്ക് സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ മാലിന്യമുള്ളതായി മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന രോഗം അത് മഞ്ഞപ്പിത്തമാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലും ഒരാഴ്ച കാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം കണ്ടതാണ് അതിന്റെ കാരണം. ഈ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നു, സാംക്രമിക രോഗം പടർന്ന മനുഷ്യന്റെ കൈകളാണ്. അല്ലാഹു കൽപ്പിച്ച ഒരു പ്രവൃത്തി നമ്മൾ കൈ കഴുകണമെന്നാണ്. ഒരു നേരം നിസ്കരിക്കുമ്പോൾ ഒരു വുളൂ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു വുളൂയിൽ 6 തവണ നമ്മുടെ മുൻകൈ കഴുകണം. ഫർളായി 3 വട്ടവും സുന്നത്തായി 3 വട്ടവും ഒരൊറ്റ വുളൂയിൽ 6 വട്ടം കഴുകുന്നു. 5 നേരം ഒരു മുസ്ലിം ഒരു ദിവസം വുളൂ എടുത്താൽ ചുരുങ്ങിയത് 30 തവണയാണ് അവന്റെ കൈകളെ കഴുകി വൃത്തി വരുത്തുന്നത്. ആലോചിച്ചു നോക്കൂ, ഇത്ര ആരോഗ്യദായകമായ ഒരു സൽക്കർമ്മം, ഒരു ഇബാദത്ത്, ഒരു ആരാധന വേറെ ഏതു മതത്തിലാണുള്ളത്? നിസ്കാരം മനുഷ്യനെ ശുചീകരിക്കുന്നു, വൃത്തിയാക്കുന്നു. എന്നാൽ ഈ വുളൂഇന്റെ സമയത്ത് മാത്രം കൈ കഴുകിയാൽ പോരാ. ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താണ്? ആഹാരം കഴിക്കുമ്പോൾ കൈ കഴുകണം, അത് കഴിച്ചതിന് ശേഷം വേണം. പോരാ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ പോലും 3 തവണ കൈ കഴുകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഉപദേശിച്ചതാണ്, ഉറങ്ങി എഴുന്നേറ്റ മനുഷ്യൻ ആ കൈ 3 തവണ കഴുകാതെ ഉമ്മമാർ ആ കൈകൾ കൊണ്ട് മാവ് കുഴക്കാൻ പാടില്ല, ഒരു ജലപാത്രത്തിലേക്ക് കൈ മുക്കാൻ പാടില്ല, ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ പാടില്ല. അതിന്റെ ഒക്കെ മുമ്പ് ആദ്യം ഉറങ്ങി എഴുന്നേറ്റവർ നിർവഹിക്കേണ്ടത് 3 പ്രാവശ്യം കൈ കഴുകുന്ന ശീലമാണ്. അതിന്റെ കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? ഇന്നക ലാ തദ്രി ഐന ബാതത് യദാക്. നീ ഉറങ്ങിയത് എവിടെയാണെന്ന് നിനക്കറിയാം, പക്ഷേ തൽസമയം നിന്റെ കൈകൾ എവിടെയായിരുന്നു നിനക്കറിയില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചൊറിഞ്ഞാൽ, ഉറുമ്പ് കടിച്ചാൽ, ശല്യപ്പെട്ടാൽ അവിടേക്കൊക്കെ ഓടിച്ചെന്ന് അതിനെ തുരത്താനും പ്രതിരോധിക്കാനും നിരന്തരം പ്രവർത്തിച്ച ഈ കൈകൾ അതിലെന്തൊക്കെയാണ് അള്ളിപ്പിടിച്ചു നിൽക്കുകയെന്ന് അറിയില്ല. അതുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ 3 തവണ കൈ കഴുകുക എന്ന പ്രവർത്തനമാണ്
ആദ്യമായി നടത്തേണ്ടതെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ ആരോഗ്യപരമായി ശുചീകരിക്കാൻ, വൃത്തിവരുത്താൻ പള്ളികൾ കാരണമാകുന്നു, പ്രചോദനമാകുന്നു. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം നിസ്കാരത്തിന്റെ മറ്റൊരു സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. വുളൂഇന്റെ സമയത്ത് നമ്മളത് നിർവഹിക്കുന്നു. അതിലൂടെ വലിയ ആരോഗ്യമാണ് നമുക്ക് തരുന്നത്. മനുഷ്യന്റെ ആരോഗ്യം, ജീവൻ നിലനിൽക്കണമെങ്കിൽ നിരന്തരം ശ്വാസോച്ഛ്വാസം നടത്തണം. അന്തരീക്ഷ വായുവിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ കൂടെ മലിനപ്പെട്ട ഒരുപാട് പൊടിയും പുകയും അണുക്കളും മൂക്കിലൂടെ കയറിപ്പോകുന്നു. ഇതിനെ തടുത്തു നിർത്താൻ മൂക്കിന്റെ ഉള്ളിൽ രോമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ രോമങ്ങളെയും കണ്ണുവെട്ടിച്ച് പിന്നെയും പൊടിയും പുകയും മേലോട്ട് കയറിപ്പോയാൽ മൂക്കിന്റെ ഉൾഭാഗത്ത് ഒരു നനവുള്ള ഭാഗം കാണാം. അവിടെ ചെന്ന് തട്ടി നിൽക്കുകയാണ് ഈ പൊടിയും പുകയും. ആ നനവ് പിന്നീട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെയും അയാൾ ശ്വസിക്കുന്ന പൊടിയും പുകയും അത് അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള നനവില്ലാത്തത് കൊണ്ട് അത് നേരെ മസ്തിഷ്കത്തിലേക്ക് വരെ കടന്നു ചെല്ലും. മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമാകും. ഒന്നിരായ തങ്ങൾ നമ്മുടെ വേദിയിലെത്തുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അങ്ങനെ ഈ പൊടി കയറിയിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കയറി അപകടം സംഭവിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാരകമായ രോഗത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മൂക്കിന്റെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കണം. അതിനെന്താണ് വഴി? പള്ളികൾ അതിനുള്ള കാരണമാകുന്നു. ഈ മുണ്ടുമൊഴി രാവിലെ വന്ന് കട തുറന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതാ ശ്വാസോച്ഛ്വാസം നടത്താൻ തുടങ്ങിയാൽ ഉച്ചയാകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന പൊടിയും പുകയും എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആ നനഞ്ഞ ഭാഗത്തൊക്കെ പൊടി ചെന്ന് അള്ളിപ്പിടിച്ച് നനവ് നഷ്ടപ്പെട്ട് അയാളുടെ മസ്തിഷ്കത്തിലേക്ക് പൊടി കയറാൻ അവസരം വരുമ്പോൾ പള്ളിയിൽ നിന്ന് അയാളെ വിളിക്കുകയാണ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവീൻ. ഈ വിളി കേൾക്കുന്ന കച്ചവടക്കാരൻ അയാൾ നേരെ പള്ളിയിൽ വന്ന് ആദ്യം ചെല്ലുന്നത് വാട്ടർ ടാപ്പിന്റെ സമീപത്താണ്, വെള്ള ടാങ്കിന്റെ ചാരത്താണ്. ഹൗലിൽ നിന്ന് വൊളു എടുക്കാൻ വേണ്ടി അയാൾ ഒരു കോരൽ വെള്ളം കോരിയിട്ട് അതിന്റെ നേർപകുതി വായിലേക്കും ബാക്കി മൂക്കിലേക്കും വലിച്ച് ഇടത് കൈ കൊണ്ട് ചീറ്റിക്കളയുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട പ്രതിരോധ ശേഷി വീണ്ടെടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നിസ്കാരം എന്ന കർമ്മത്തിലൂടെ നമ്മുടെ ആരോഗ്യമാണ് ഇവിടെ സാധിപ്പിച്ചെടുക്കുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഇവിടെയുള്ള വ്യാപകമായ രോഗം പടരാതിരിക്കാൻ ഒരു പ്രദേശത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ് ഒരു മസ്ജിദ്. അതുകൊണ്ട് തന്നെ ഒരു പള്ളി ഒരു നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അത് 2ഓ 3ഓ ആയിപ്പോയി എന്നതുകൊണ്ടും ആ നാട്ടിന് നാശമില്ല, ഗുണം മാത്രമേ അവിടെ ഉള്ളൂ. അത്രയും ആ നാട് മാലിന്യമുക്തമാകുന്നു എന്നതാണ് അതിന്റെ സാരം. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, മനുഷ്യൻ ഇവിടെ രോഗിയായിത്തീരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ തന്നെയാണ്. മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ മാരകമായ അണുക്കളുടെ സങ്കേതമാണ്. മനുഷ്യൻ ഒഴിക്കുന്ന മൂത്രം എന്ന് പറയുന്നത് അതിൽ ആ മനുഷ്യനിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ മിക്ക രോഗങ്ങളുടെയും അണുക്കൾ ആ മൂത്രത്തിലൂടെ പുറത്തു വരും. അതുകൊണ്ടാണ് ഒരു മഞ്ഞപ്പിത്ത രോഗമുള്ളവന്റെ രോഗം നിർണയിക്കാൻ ഒരു തുള്ളി മൂത്രം മതി, മലമ്പനിക്കാരന്റെ രോഗം നിർണയിക്കാൻ ഒരു തുള്ളി മൂത്രം മതി, ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാൻ ഒരിറ്റ് മൂത്രം മതി. ഈ മൂത്രത്തിൽ എല്ലാ തരത്തിലുള്ള രോഗത്തിന്റെയും അണുക്കളുണ്ട്. ആ രോഗാണുക്കൾ അത് നമ്മൾ ഇന്ന് യാതൊരു ബോധവുമില്ലാതെ പരിസര പ്രദേശങ്ങളിലും വഴിയിലും നമ്മൾ വിസർജിച്ചു കളഞ്ഞാൽ യഥാർത്ഥത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് മാരകമായ കോളറയും വയറിളക്കവും വരാനുള്ള കാരണം തെരുവിലുള്ള വിസർജനമാണ്. ഇത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മനുഷ്യൻ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കണം. പള്ളികൾ നമുക്ക് നൽകുന്ന സംസ്കാരം അതാണ്. പള്ളി നിർമ്മിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി മുസ്ലിമീങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആരോഗ്യകരമായ രീതിയിൽ
ശാസ്ത്രീയമായ വിധത്തിൽ എങ്ങനെയാണ് ഈ വിസർജ്യ വസ്തുക്കളെ സംസ്കരിക്കാൻ പള്ളിയോടനുബന്ധിച്ച് സംവിധാനം ഉണ്ടാക്കുക. വളരെ നല്ല രീതിയിൽ ഈ പള്ളിയിലും അതിന്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ പട്ടണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വരുമ്പോൾ ആ പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുകൂടെ നമ്മൾ നടന്നു നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണ്? മൂക്ക് പൊത്താതെ നമുക്ക് നടക്കാൻ കഴിയാറില്ല. എന്തുകൊണ്ടാണ്? പലരും അവിടെ നിന്ന് പൂന്തോട്ടം നനക്കുന്നത് പോലെ നിൽക്കുന്നത് കാണാം. വേറെ ചില ആളുകൾ ചൂണ്ടയിട്ട രീതിയിലാണുള്ളത്. ഇവരൊക്കെയും വിസർജനം നടത്തുകയാണ്. ഈ വിസർജ്യ വസ്തുക്കളുടെ നാറ്റമാണ് ആ ബസ് സ്റ്റാൻഡിനെ മലീമസമാക്കുന്നതെങ്കിൽ അതിന്റെ ചാരത്തൊരു പള്ളി വന്നു കഴിഞ്ഞാൽ അവിടെ ആ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾ തെരുവിൽ മൂത്രമൊഴിക്കാതെ വളരെ ആരോഗ്യകരമായ രീതിയിൽ പള്ളിയിൽ സംവിധാനിച്ച വിസർജ്യ കേന്ദ്രങ്ങളിലാണ് അവരിത് നിർവഹിക്കുന്നതെന്ന് വരുമ്പോൾ പള്ളികൾ ആരോഗ്യ കേന്ദ്രം കൂടിയായി മാറുകയാണ്. അല്ലെങ്കിലും ഏതാരാധനാലയമാണ് മൂക്ക് വെച്ച് അതിന്റെ ഗുണവിശേഷണം പരിശോധിക്കപ്പെടും വിധം വൃത്തിയോടെ സൂക്ഷിക്കപ്പെടുന്നത്? അള്ളാഹുവിന്റെ പള്ളികൾ മാത്രമല്ലേ? നിസ്കാരത്തിൽ നമ്മൾ സുജൂദ് ചെയ്യുന്നത് നമ്മുടെ മൂക്ക് നിലത്തുകുത്തിയാണ്. ആ ഭൂമിയുടെ ആ പള്ളിയുടെ ഉൾവശത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ എല്ലാ അർത്ഥത്തിലും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ആരാധന ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല വൃത്തിയും ശുദ്ധിയുമില്ലാതെ നമുക്ക് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല. ഭൂമിയിൽ അണുമുക്തമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. ഇങ്ങനെ ആരോഗ്യപരമായ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഈ പള്ളി ആത്മീയതയാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹ ഇസ്മുഹു. ചില ഭവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രീതിയിൽ അതിനെ ഉയർത്താൻ സമ്മതം തന്നിരിക്കുന്നു. ഒന്നാമത്തെ രീതി എന്താണ്? പള്ളികൾ എപ്പോഴും അക്ഷരാർത്ഥത്തിൽ തന്നെ ഉയർന്നു നിൽക്കണം. അത് പ്രൗഢമായിരിക്കണം, ഗംഭീരമായിരിക്കണം. എപ്പോൾ നമ്മുടെ വീട് അല്ലാഹുവിന്റെ വീട്, ഇതാണല്ലോ പള്ളി നമ്മളെ വീടും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടേത് നമ്മളെ വീടാണ്, പള്ളി അല്ലാഹുവിന്റെ വീടാണ്. നമ്മുടെ വീട് എത്ര പ്രൗഢമാകുന്നുവോ അതിനേക്കാൾ ഉന്നതമായിരിക്കണം അല്ലാഹുവിന്റെ ഭവനം എന്ന് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ എന്ന ആയത്തിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത് കാണാം. ഇത് എന്തിനെതിരല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആഖിർ സമാനായി കഴിഞ്ഞാൽ മസാജിദുഹാ ആമിറ, ആ കാലഘട്ടത്തിലെ പള്ളികൾ വല്ലാതെ പ്രൗഢമായിരിക്കും, ഗംഭീരമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന്റെ സാരം അങ്ങനെ ആകരുത് എന്നല്ല. ഖിയാമത്ത് നാളിന്റെ ഒരു ലക്ഷണം പറഞ്ഞ അങ്ങനെ പലതും ആ കാലത്ത് വരും. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഗംഭീരമായ പള്ളികൾ ഉണ്ടാകും. പക്ഷെ അത് ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ലേ? നമ്മൾ പരിശോധിക്കണം. ഉണ്ടാക്കേണ്ടതുണ്ട്. എപ്പോൾ നമ്മുടെ വീടുകളും നമ്മുടെ ബിൽഡിങ്ങുകളും ഗംഭീരമായി കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയർന്നതായിരിക്കണം അല്ലാഹുവിന്റെ പള്ളികൾ. ഇതുകൊണ്ടാണ് അത്ര ഇസ്ലാമിക നാഗരികതകളുള്ള അതിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബഗ്ദാദ്, അതുപോലെ ഹിമ്മസ്, ഇസ്താംബൂൾ, ഇങ്ങനെ തുടങ്ങി ദമസ്കസ് ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ പ്രാചീന കാലത്തു തന്നെ പള്ളികൾക്ക് ഉയർന്ന മിനാരങ്ങൾ സ്ഥാപിച്ചിരുന്നു. പണ്ഡിതന്മാര് പറയുന്നു അത് എന്തിനു വേണ്ടിയായിരുന്നു? ആ പ്രദേശത്തുള്ള സർവ്വ ബിൽഡിങ്ങുകളെക്കാളും പള്ളി ഉയരത്തിൽ നിൽക്കണം എന്ന ആഗ്രഹമാണ് ഉയർന്ന മിനാരങ്ങൾ നിർമ്മിക്കപ്പെടാൻ കാരണമായതെങ്കിൽ അല്ലാഹുവിന്റെ ഭവനങ്ങൾ കാലത്തിനനുസരിച്ച് അതിന് ഉയർച്ചയും വലിപ്പവും ആവശ്യമുണ്ട്. അതൊരു തെറ്റായ പ്രവണതയല്ല. അങ്ങനെ തെറ്റുധരിച്ചവരുണ്ടത് തിരുത്തപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ പള്ളികളുടെ ഉയർച്ചയുടെ ഒരു ഭാഗമാണ് അതിനെ ആത്മീയമായി ഉയർത്തണം. മസാജിദുഹാ ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോടെ പറഞ്ഞിട്ടുണ്ട്. പ്രൗഢമായ പള്ളി ഉണ്ടാകും, പക്ഷേ സന്മാർഗത്തിന്റെ പ്രകാശം ആ പള്ളികളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ ആ പള്ളി കൊണ്ട് പിന്നെ ഉപകാരങ്ങളില്ല. അതുകൊണ്ട് പള്ളികൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ ആത്മീയത
പ്രപഞ്ചനാഥനുമായി അവന്റെ അടിമകൾക്ക് അള്ളാഹു നേരത്തെ സമയം കൊടുത്തിരിക്കുകയാണ്. ഓരോ ദിവസവും അള്ളാഹുമായി സംവദിക്കാൻ 5 സമയം അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. തീർച്ചയായും 5 നേരത്തെ നിസ്കാരം പ്രത്യേകം സമയം നിശ്ചയിക്കപ്പെട്ട് അള്ളാഹു നിർബന്ധിച്ച വിഷയമാണ്. അപ്പൊ അള്ളാഹുവുമായി കാണാനും സംസാരിക്കാനും അള്ളാഹു ഒരു ദിവസം ജിനമാണ് അടിമകൾക്ക് പ്രത്യേക അനുമതി കൊടുത്തത്. ഇത് കൊടുത്തത് തന്നെ എങ്ങനെയാണ്? അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായ ഒരിടത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് അള്ളാഹുവുമായി നേരിട്ട് അഭിമുഖം നടത്താൻ അവസരം നൽകി. ആ ചടങ്ങിന്റെ ഭാഗമായാണ് ഉമ്മത്തിന് ഇനി ആത്മീയമായൊരു മിഅ്റാജ് ഒരുക്കാൻ, ശരീരം കൊണ്ട് അള്ളാഹുവുമായി ഈ ലോകത്ത് വെച്ച് നേരിട്ട് കാണാനുള്ള അവസരം നമുക്കില്ല. ആത്മീയമായി റബ്ബിലേക്ക് കയറി ചെല്ലാനുള്ള അവസരമാണ് നിസ്കാരം. വിശ്വാസിയുടെ മിഅ്റാജാണ് 5 നേരത്തെ നിസ്കാരം. ഈ നിസ്കാരം ഒരു മനുഷ്യൻ ആത്മീയതയിൽ ഊന്നി നിർവഹിച്ചാൽ ആ മനുഷ്യനെ ആത്മീയമായി അത് ഉയർത്തുകയും സർവ്വതിന്മകളിൽ നിന്നും ായി മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. എന്തുകൊണ്ട്? നിസ്കാരം എന്ന കർമ്മം തൻഹാ, അത് തടയും മനുഷ്യനെ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നും നിസ്കാരം മനുഷ്യനെ തടയുകയും നന്മയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യും. ആ തരത്തിലുള്ള ആത്മീയ നിസ്കാരമായി നമ്മുടെ നിസ്കാരം മാറണമെങ്കിൽ നമുക്ക് ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കാൻ കഴിയണം. അതിന് നമ്മളൊക്കെ പരിശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ നാം എവിടെയാണുള്ളത് എന്ന് നമ്മൾ മറന്നുപോകുന്നു. ഒരു 2 മിനിറ്റ് നിസ്കരിക്കുമ്പോൾ അതിലൊരു 25 സെക്കൻഡ് പോലും അള്ളാഹുവിനെ മാത്രം ചിന്തിക്കുന്ന മനസ്സ് നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെ പണ്ഡിതന്മാർ ചില നിർദ്ദേശം പറയുന്നു. ആത്മീയത തുളുമ്പുന്ന നിസ്കാരം ഉണ്ടായിത്തീരാൻ ചില പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ ശീലമാക്കണം. ഒന്നാമതായി, ഏത് സമയത്ത് നമ്മൾ നിസ്കരിക്കുവാൻ വേണ്ടി വുളു ചെയ്യുമ്പോഴും പരമാവധി പൂർണ്ണമായ വുളു എടുക്കുക. പൂർണ്ണമായ വുളു എടുക്കുക. അദബും സുന്നത്തും ഒക്കെ എല്ലാം പാലിക്കുക. പരമാവധി ടോയ്ലറ്റിൽ നിന്ന് വുളു എടുക്കാതിരിക്കുക. അതുപോലെ ഖിബിലക്ക് നേരെ വുളു എടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗപ്പെടുത്തുക. ഫർളും സുന്നത്തും ഒക്കെ പൂർത്തീകരിച്ച് വുളുവിന് ശേഷമുള്ള പ്രത്യേകമായ പ്രാർത്ഥന നടത്തുക. ഒരിക്കലും പൊളിഞ്ഞു പോകാതെ അള്ളാഹു സീല് ചെയ്ത് സംരക്ഷിക്കുന്ന ഇബാദത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കർമ്മ. പണ്ടൊക്കെ നമ്മളെ ഉമ്മമാരെങ്കിലും കിണ്ടിന്ന് ഒന്നുണ്ടാക്കി ഇങ്ങനെ വാനത്തേക്ക് നോക്കി ദ്വാരക്കണ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആർക്കും നേരല്ല, തിരക്ക. നമ്മളൊക്കെ അവസാന സെക്കൻഡിലാ പള്ളിക്ക് വരിക. അങ്ങനെ ഒലുവിന്റെ ഒരു കഷ്ണം എടുത്തിട്ടാണ് എല്ലാവരും അങ്ങോട്ട് കയറുക, മുഴുവനാക്കലില്ല. നിസ്കാരത്തിൽ ഇഖ്ലാസ് വർദ്ധിക്കണമെങ്കിൽ കാമിലായ ഒലു വേണം, നല്ല ഒലു കിട്ടണം. ആ ഒലു കിട്ടണമെങ്കിൽ നമുക്ക് ഒലു ലഭിക്കണമെങ്കിൽ, പൂർണ്ണമായ ഒലു കിട്ടണമെങ്കിൽ, ഒലു ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് വലിയ നേട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒലു എടുക്കുന്ന സമയത്ത് അപൂർണ്ണമായ ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുത്താൽ അതിന്റെ തകരാറ് ഇമാമിനെ പോലും ബാധിക്കും. അതായത് ഈ ഒലു എടുത്ത അപൂർണമായി ഒടുത്ത മഅ്മൂമുണ്ടെങ്കിൽ ഇമാമിന് മറവി സംഭവിക്കാൻ വരെ അത് കാരണമാവുന്ന. കാരണം എന്താ? പിശാചിന്റെ വിളയാട്ടം ആ നിസ്കാരത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പൂർണ്ണമായി ഒന്നെടുത്ത് വേണം നിസ്കരിക്കാൻ വരാൻ. അതിനനുസരിച്ച് ഇഖ്ലാസ് വർദ്ധിക്കും. രണ്ടാമതായി, നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഫർള് നിസ്കാരമാണെങ്കിൽ പുരുഷന്മാർ ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ ഇഖ്ലാസ് വർദ്ധിക്കും. കാരണം ഇത് കേൾക്കുമ്പോൾ പിശാച് വിരണ്ടോടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഇഖാമത്ത് മാത്രം കൊടുത്ത് നിസ്കരിക്കണം.
ഇനി മൂന്നാമതായി നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു കരുത്ത് വേണം. അതെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫൈദാ സ്വല്ലൈത ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ ലോകത്തോട് വിട ചോദിക്കുന്ന ആളുടെ മനോഭാവത്തോടെ നിസ്കരിക്കണം. കാരണം നമ്മൾ ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇനി നാളെ ഒരു സുബഹി നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നറിയില്ല. ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ നിസ്കാരത്തിലും കൈകെട്ടുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഇഖ്ലാസ് വർദ്ധിക്കും. നാലാമതായി, നിസ്കാരത്തിന്റെ ഓരോ റക്അത്തിലും നിർബന്ധ ബുദ്ധിയാ നമ്മൾ അഊദു ഓതുക. പ്രത്യേകിച്ച് ആദ്യത്തെ റക്അത്തിൽ അഊദു ഉപേക്ഷിക്കുന്നത് കറാഹത്ത് കൂടിയാണ്. അതിനാൽ ഇഖ്ലാസോടെ ഔദു ഓതിയിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കുക. ഇങ്ങനെ ഓരോ നിസ്കാരത്തിലും നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ അത് മുഖേന നമുക്ക് ഇഖ്ലാസുള്ള നിസ്കാരം ഉണ്ടാകാൻ കാരണമാകുന്നു. ബഹുമാനമുള്ള നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ മണ്ടുണ്ടായാലും സൈഡിൽ നിൽക്കുന്നോളി, റോഡ് ബ്ലോക്കാക്കി. വന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ സെക്രട്ടറിയും സുന്നി വചന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ പൊന്മള ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പള്ളിയിലൂടെ നടക്കുന്ന നിസ്കാരം ആത്മീയമായി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ നമ്മളെ ഭൗതികമായി വൃത്തിയാക്കുന്നു. അങ്ങനെ ഉള്ളും പുറവും ശുചീകരിക്കപ്പെട്ട ഒരു ഉത്തമ സമുദായത്തിന്റെ സൃഷ്ടിപ്പിനുള്ള വേദിയായി നമ്മുടെ പള്ളികൾ മാറണം. ആ രീതിയിൽ ഈ പള്ളിയെ പരിചരിക്കാനും മുന്നോട്ട് നയിക്കാനും അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വന്യരായ ഗുരുനാഥന്മാർക്ക് വേണ്ടി വഴിമാറുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നാളെ വെള്ളിയാഴ്ച കീലത്ത് മുഹമ്മദ് മാസ്റ്ററും ഷിയാബുദ്ദീൻ സഖാഫിയും ഒളവട്ടൂർ ചവിട്ടാനിക്കുന്നിൽ പ്രസംഗിക്കുന്നതാണ് എന്ന വിവരം അറിയിക്കുന്നു. ഇവിടെ നോട്ടീസൊക്കെ ഉണ്ട്, എല്ലാവരും മറന്നു പോകരുത്. എല്ലാ ആളുകളും ആ പരിപാടിയിൽ പോകണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഇനി കുറഞ്ഞ സമയം CK ഉസ്താദ് നമ്മളോട് സംസാരിക്കുന്നു. അതിനുശേഷമാണ് വന്യരായ പൊന്മള ഉസ്താദ് അതുപോലെ തങ്ങളെ ദുആക്കതിന് ശേഷമാണ് CK ഉസ്താദാണ് ഇനി പരിപാടി പ്രസംഗിക്കുന്നതിന് വേണ്ടി അവരെ ആദരം ക്ഷണിച്ചുകൊള്ളും. السلام عليكم. السلام عليكم.